സഭയുടെ നെടുന്തൂണെന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അപ്പൊ അതുപോലെ ഗാർഹിക സഭയായ കുടുംബത്തിന്റെ നെടുന്തൂൺ എന്തായിരിക്കണം? അവിടുത്തെ കുർബാന നമ്മൾക്ക് പറയാം, അത് കുടുംബ പ്രാർത്ഥനയായിരിക്കണം. കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങള്, പഴയ കത്തോലിക്ക കുടുംബങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന എന്നുള്ളൊരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന സമയത്ത് കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഇന്ന് അത് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി തിരക്ക്, പല കാരണങ്ങളും നമുക്ക് അതിന് പറയാം. കാര്യം ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്. അവർ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം 8 മണി 9 മണി. അപ്പൊ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള സമയമില്ല. ഈ അടുത്ത് ഞാൻ എവിടെയോ കേട്ട ഒരു രസകരമായ ഒരു കാര്യമാണ്, നമ്മൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, പല കാര്യങ്ങളും നമ്മൾ എഡിറ്റ് ചെയ്യും. ഇന്ന് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യപ്പെടുന്നത്. പരീക്ഷയാണ്, എന്നാൽ കുടുംബ പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇന്ന് കളിയുണ്ട്, എന്നാൽ കുടുംബ പ്രാർത്ഥന മാറ്റി വെക്കാം. എഡിറ്റ് ചെയ്യാൻ നമ്മൾ സൗകര്യപ്പെടുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പഴയകാല നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ നല്ലൊരു ഐക്യവും കൂട്ടായ്മയും ഒരു നല്ലൊരു ആത്മബലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊരു കാരണം ഈ കുടുംബ പ്രാർത്ഥന എന്നുള്ളത് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞോണ്ട് നമ്മള് കുടുംബ പ്രാർത്ഥന ഒരു ബലി പോലെ കാണണം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ഒരു പ്രൈം ടൈമാണ് ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സാധാരണ രീതിയിൽ ഒരു നല്ലൊരു വിശ്വാസമുള്ള കുടുംബത്തിൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയം ആവറേജ് ഒരു മണിക്കൂറൊക്കെ വരും. ചില കുടുംബങ്ങൾ, ചിലടത്ത് അരമണിക്കൂർ, ജപമാല ചൊല്ലി 20 മിനിറ്റ്, പിന്നെ എക്സ്ട്രാ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളിലൊക്കെ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറും പ്രാർത്ഥനയല്ല, മറിച്ച് ഞങ്ങൾക്കതൊരു സന്തോഷമുള്ള സമയമായിരുന്നു. സന്തോഷമുള്ള സമയം എന്ന് പറയാൻ കാരണം, ഞാൻ ചെറുപ്പത്തിലെ ഒരു 6ാം ക്ലാസ്സിൽ വെച്ച് തബല പഠിക്കാൻ പോയി, ഇൻസ്ട്രുമെന്റ് തബല പഠിക്കാൻ പോയി. പിന്നെ അനിയൻ ആ നാളുകളിൽ കീബോർഡ് പഠിക്കാനൊക്കെ പോയി. അപ്പോൾ വീട്ടിൽ ഞാനിങ്ങനെ തബല വെച്ചിരിക്കും, അനിയൻ ചെറിയൊരു കീബോർഡ് ആയിട്ടിരിക്കും, അമ്മച്ചി ചെറിയ രീതിയിൽ പാട്ട് പാടും. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി ഒരു ഗാന ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, മാതാവിൻ്റെ പാട്ടിനൊക്കെ ഈ തബല വായിച്ച് കീബോർഡൊക്കെ വായിച്ച് നല്ല രസമായിരുന്നു, ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെ തന്നെ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അപ്പനോട് അമ്മ കംപ്ലൈൻറ്റ് ചെയ്യില്ല, അപ്പൻ അപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, പപ്പ ചിലപ്പോൾ കടയിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പപ്പ വരും, പപ്പയും കൂടെ ചേരും. അപ്പോൾ അതൊരു രസകരം. അപ്പോൾ കൂടെയുള്ള കൂട്ടുകാർ ചോദിക്കും, നിൻ്റെ വീട്ടിൽ എന്നോട് 7:30 ഗാനമേളയാണെന്ന് ചോദിക്കും. പക്ഷെ അത് ഗാനമേളയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയം വളരെ സന്തോഷമുള്ള സമയം. കാരണം അത് തന്നെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രാർത്ഥന ആ സമയം. അപ്പം ആ സമയം കുറെ കൂടി നമുക്ക് നല്ല സന്തോഷകരമായൊരു സമയം ആക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ പരീക്ഷ ഉള്ളവൻ റൂമിൽ ഇരിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വരാൻ തോന്നാത്തതിൻ്റെ കാരണം അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ആനന്ദം ഉണ്ടാകുന്ന സമയമാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ ഒരു സുപ്പീറാച്ചൻ പറഞ്ഞാണ്, നമ്മുടെ കോമൺ പ്രേയേഴ്സിൻ്റെ സമയം 9:30 ആണെങ്കിൽ 9:30 ആകുമ്പോൾ മണിയടിക്കുമ്പോൾ പോകുന്നുള്ളതല്ല, 9:30 കഴിഞ്ഞോ 9:45 വരെ നമ്മൾ വർത്തമാനം പറഞ്ഞു നിന്നാലും സമയമാകുമ്പോൾ ഇനി നമുക്ക് പോയി പ്രാർത്ഥിച്ചാലോ, അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫാമിലി പോലെ സന്തോഷത്തോടെ പോകുന്നതായിരിക്കണം. എന്നാലും പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുവുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരാൻ പാകത്തിന് സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. എന്നാലാണ് അതിൻ്റെ ഫലം അനുഗ്രഹമുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞോണ്ട് എഡിറ്റിംഗ് പരിപാടികൾ നടക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കുക്കിങ്ങിന് പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി പഠിക്കാൻ പോകും, ഉറക്കം, തൂണുമേച്ചായിരുന്നു ഉറക്കം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ സമയം, ആ പ്രൈം ടൈം, നമ്മൾ അത് കർത്താവിന് കൊടുക്കുന്നത് പ്രൈം ടൈമാണ്. ഏറ്റവും നല്ല സമയമായിരിക്കണം, സന്തോഷത്തിന് സമയമായിരിക്കണം. നമ്മുടെ പിണക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും, ഒരു പ്രാർത്ഥന കഴിഞ്ഞൊരു കെട്ടിപ്പിടിക്കാനും കൈമുത്താനും ഒക്കെ ആകുമ്പോൾ ആ സമയം ഏറ്റവും നല്ല സമയമാവും. ഇതൊന്ന് കുടുംബ പ്രാർത്ഥന നമ്മുടെ സന്തോഷവും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയാൽ പ്രാർത്ഥന അത് തന്നെയാണല്ലോ. പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ ഇതാണല്ലോ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ നന്ദി പ്രകടനം, നമ്മുടെ നിയോഗങ്ങൾ, ഇതെല്ലാം ദൈവദർശനത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കുടുംബത്തിൻ്റെ ഈ ആവശ്യങ്ങളെല്ലാം, അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവദർശനത്തിലേക്ക് ഉയർത്തേണ്ട സമയമാണ് കുടുംബ പ്രാർത്ഥന. ഞാനൊരു പള്ളിയിലെ പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്ത സമയത്തെ, ബ്രദറായിരുന്ന സമയത്തെ ഓർമ്മ പതുക്കെ ഉള്ളിലേക്ക് വരിക. അതായത് ഒരു കുടുംബത്തിൽ മക്കൾ 2 പേരും അന്നത്തെ യുവജന സംഘടനയിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ്. ഈ അമ്മയാണെന്നുണ്ടെങ്കിലും മാതൃ സംഘടനയിലൊക്കെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കയറാനിടയായി. അപ്പോൾ ഇവർ വാഹനം വരാതെ ഇവരുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്, കുടുംബത്തിൻ്റെ നന്മകളെ കുറിച്ച്. ഇവർ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹസ്ബൻഡ് അന്ന് അവിടെ ഇല്ലായിരുന്നു, എങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം, മക്കളെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം, അപ്പനെയും അമ്മേനെയും കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് സന്തോഷം.
അപ്പോൾ അവർ ഞാൻ പറഞ്ഞ ഒത്തിരി സന്തോഷമാണ്, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് വലിയ സന്തോഷപ്രദമാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, അച്ഛാ ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞ കേൾക്കട്ടെ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? അവർ പറഞ്ഞ ഇപ്രകാരമാണ്, ഈ ഒരു 2 നില വീടായത് കേട്ടോ. പക്ഷേ ചേട്ടന് മാത്രമേ ജോലിയുള്ളൂ, മക്കൾ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചേച്ചി ഹൗസ് വൈഫാണ്. ഈ ചേട്ടന് ഇറച്ചിവെട്ടാണ്, അതും ചന്തയിലാണ്. ചന്തയിലൊക്കെ ആകുമ്പം ഇതേ രീതിയിലുള്ള മോശം സ്വഭാവം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഈ ചേട്ടൻ അങ്ങനത്തെ ഒരാളെ അല്ല, നല്ല മനുഷ്യൻ. ആ ചേട്ടനെ എനിക്ക് പരിചയമാണ്. അപ്പോൾ അവർ പറയുന്ന ഈ കുടുംബ പ്രാർത്ഥനയാണ് ഇവരെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ വൈകുന്നേരം ഒരു 7:30 കൂടി മക്കൾ 2 പേരും കോളേജിൽ നിന്നെത്തും. ചേച്ചിയുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും വരും. ചേട്ടനും മാർക്കറ്റിൽ നിന്ന് തിരികെ എത്തും. ഇവരെ കുളിച്ചെല്ലാം നല്ല ഭംഗിയായിട്ട് ഇവരുടെ ഓരോ ദിവസവും പങ്കുവയ്ക്കും. ചേട്ടൻ അവിടെ ചന്തയിൽ നടന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഇത് കച്ചവടത്തിന് സമയത്ത് നടന്നിരുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചീത്തവിളികളും കാര്യങ്ങളും ഒക്കെ കാണാം. അതിനെ പുള്ളി നേരിട്ട വഴികൾ, അങ്ങനെ പ്രതിസന്ധികളെക്കുറിച്ചും അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളും കൂടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പുള്ളി പങ്കുവയ്ക്കും. ചേച്ചിയുടെ വീട്ടിൽ കടന്നു വന്ന, ചേച്ചി ഹൗസ് വൈഫാണല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ, അപ്പം അയൽപക്കത്തെ ആൾക്കാർ കടന്നു വന്ന് അവർ പരദൂഷണം പറഞ്ഞ കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ നാട്ടുവാർത്തകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരത്തെയും പങ്കുവയ്ക്കും. മക്കൾ കോളേജിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ കളിക്കാനും ഒക്കെ അവിടെ വരുന്ന, അപ്പം അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇവൻ പങ്കുവയ്ക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുമായിരിക്കും ഇതെല്ലാം കൂടെ പങ്കുവയ്ക്കും. അതിനുശേഷമാണ് ഇവരുടെ പ്രാർത്ഥന രൂപപ്പെടുന്നത്. 5 നിയോഗങ്ങളായി ഈ 4 പേര് ഒരുമിച്ച് ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പറയുമ്പോൾ 5 നിയോഗങ്ങളായി. ഈ 5 നിയോഗങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനയാണ്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടെയാണ്. കണ്ടുമുട്ടിയവരെയൊക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ വിഷമങ്ങൾ സമർപ്പിക്കുകയാണ്, ഇവരുടെ മറ്റു കുടുംബങ്ങളുടെ വിഷമങ്ങൾ സമർപ്പിക്കുകയാണ്. ഇത് നേരം സന്തോഷത്തിന് നിമിഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മണവാളനച്ചൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചർച്ചകൾക്ക് ശേഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിക്കാൻ, കാര്യം പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ടന്റ് ഉണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്, സന്തോഷമുണ്ട്.